ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ കാണുന്ന ചൂട്ട് വാഴയ്ക്ക് ചുറ്റും വല കെട്ടുന്നതാണ്. ഈ കാണുന്ന വാഴയ്ക്ക് ഈ ഒരു അവസ്ഥ വരാൻ കാരണം കോഴികളാണ്. നമ്മളിവിടെ 3 കോഴികളേ ഉള്ളൂ. നമ്മുടെ പ്രദേശത്താണെങ്കിൽ ഇതിന് കണ്ടമാനം ഫുഡും ഉണ്ട്. പക്ഷേ ഇതിന് നമ്മൾ നട്ട വാഴയിൽ നിന്ന് മാത്രമേ കൊത്തി കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെന്തായാലും ഇന്നിപ്പം ഇതിൻ്റെ ചുറ്റും വല കെട്ടാനായിട്ടുള്ള പരിപാടിയിലാണ്. നമ്മൾ 3-4 വാഴകൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ അവസ്ഥയും ഇത് തന്നെയാണ്. ഇത് വേറൊരു വാഴയാണ്. ഇതും ഫുള്ള് കംപ്ലീറ്റ് പോയതാണ്. നമ്മളിങ്ങനെ വല കെട്ടി എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നമ്മൾ അവിടെയും ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ വേസ്റ്റായിട്ട് കിടക്കുന്ന ഇതുപോലത്തെ ഗ്രീൻ നെറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമുക്ക് സിമ്പിളായിട്ടൊരു കവറിങ് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നിൻ്റെ ശല്യം നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയാണ് മെയിനായിട്ടും വേണ്ടത്. നമ്മൾ ശ്രദ്ധ ചെന്നില്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ നശിച്ചു പോകും. നമ്മുടെ ശ്രദ്ധ എപ്പോഴും ഇതിൻ്റെ മേലിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ കാണുന്ന റൂട്ട് നമ്മുടെ ഇവിടെ കിടന്ന വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലെല്ലാം ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് ഒരു കവറിങ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നിൻ്റെ ശല്യം നമുക്ക് പെട്ടെന്നൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഉറപ്പാണ്. ഇങ്ങനെ വല തന്നെ വേണമെന്നില്ല. നമ്മുടെ ചാക്കോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്ത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പം പറയുന്നത്. ഇപ്പം ഇത് ഏറെക്കുറെ നമ്മുടെ നാട്ടിലുള്ള ഏറെക്കുറെ എല്ലാവരും കൃഷിക്കാർ തന്നെയാണ്. എല്ലാവരും സ്വന്തമായിട്ട് ഓരോ പച്ചക്കറിയും കാര്യങ്ങളും എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ചെയ്തൊരു സംഭവം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ വീഡിയോ ചെയ്യാത്തത്. നമ്മൾ ലെങ്തി വീഡിയോസൊക്കെ ചെയ്യണോ താല്പര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് സ്ഥലമൊക്കെ വെറുതെ കിടപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാൻ ശ്രമിക്കുക. ഇത് തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് എളുപ്പമുള്ള എന്തെങ്കിലും ഒരു കൃഷി ചെയ്യാൻ ശ്രമിക്കുക. പൂന്തോട്ടം എന്തോ ആയാലും മതി. നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റും ആയിരിക്കും, മനസ്സിന് സുഖമായിരിക്കും.